ഇന്നത്തെ നവകേരളം മുന്നേറ്റം ചർച്ച ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ആകെ 555 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ ഇതുവരെ പൂർത്തിയാക്കിയത്. ആ കാഴ്ചകളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയും കിഴക്കോത്ത്, മടവൂർ, നരിക്കുന്ന്, ഓമശ്ശേരി, താമരശ്ശേരി, കട്ടിപ്പാറ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് കൊടുവള്ളി നിയോജക മണ്ഡലം. താമരശ്ശേരിയിൽ ലിങ്ക് റോഡിൻ്റെ സ്ഥലമേറ്റെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇപ്പോൾ കളക്ട്രേറ്റിലാണുള്ളത്. അതിൻ്റെ സർവേ പൂർത്തീകരിച്ചു. ഇനി സ്ഥലമെടുപ്പ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചാൽ 78 കോടി രൂപയ്ക്ക് അവിടുത്തെ സ്ഥലം ഏറ്റെടുക്കുകയും ബാക്കിയുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ലിങ്ക് റോഡ് താമരശ്ശേരിയിൽ ഇപ്പം ഉടൻ തന്നെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. പിന്നെ കിഫ്ബിയിൽ വരുന്നത് ഈ ഹിൽ ഹൈവേയുടെ ഭാഗമായി വരുന്ന കട്ടിപ്പാറയിലെ ആ ഒരു ഭാഗം നമുക്ക് കിഫ്ബിയിലൂടെ ലഭിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. അതുപോലെ തന്നെ RC കൂടത്തായി റോഡിൻ്റെ പ്രവൃത്തി ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ NIT കൊടുവള്ളി ഒരു റോഡ് കൂടി കിഫ്ബിയിലുണ്ട്. അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടിയിട്ടുള്ള അലൈൻമെൻറ്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതും ഇനി അതിന് AS കിട്ടി അതിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കേണ്ടതുണ്ട്. ഇത്രയും പ്രവൃത്തികളാണ് പ്രധാനമായും കിഫ്ബിയിലൂടെ വന്നിട്ടുള്ളത്. മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ആകെ 555 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയത്. മണ്ഡലത്തിലെ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തി. 34 കോടി രൂപ മുതൽ മുടക്കിൽ പരപ്പൻ പോയി ഏലേറ്റിൻ റോഡ് നവീകരിച്ചു. കൊടുവള്ളി NIT റോഡ് നവീകരണത്തിന് 48 കോടി രൂപ, താമരശ്ശേരി ലിങ്ക് റോഡ് നിർമ്മാണത്തിനായി 20 കോടി രൂപ എന്നിങ്ങനെയാണ് ആ പട്ടിക നീളുന്നത്. ബഡ്ജറ്റ് വഴി ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പ്രവർത്തികൾ എന്ന് പറയുന്നത് ഇപ്പോൾ 2 പാലങ്ങളുടെ പ്രവർത്തികൾ, 3 പാലങ്ങളുടെ പ്രവർത്തികൾ നടന്നു വരുന്നുണ്ട്. അതിലൊന്ന് പടനിലം പാലമാണ്. ഒന്ന് ബാലുശ്ശേരി കൊടുവള്ളി മണ്ഡലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു പാലമാണ്. ഒന്ന് താമരശ്ശേരിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളൊരു പാലമാണ്. ഇത്രയും 3 പാലങ്ങളുടെ പ്രവർത്തികൾ നടന്നു വരുന്നുണ്ട്. ഇനി വെളിമണ്ണ പാലത്തിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ 20% ഫണ്ട് അനുവദിച്ചു. അതിൻ്റെ ഡിസൈൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് AS ലഭിച്ചു കഴിഞ്ഞാൽ വെളിമണ്ണ പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും. കരുക്കുറ്റിക്കടവ് പാലമാണ് ഇപ്പം നടന്നു വരുന്ന ആദ്യം ഞാൻ പറഞ്ഞ പ്രവൃത്തിയിൽ ഒന്ന്.
കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4 വർഷമായി നടന്നിട്ടുള്ള പ്രധാന പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അസറ്റ് ഫണ്ടിലൂടെയും പ്രാദേശിക വികസന ഫണ്ടുകളിലൂടെയും കൊടുത്തിട്ടുള്ള പദ്ധതികളാണ്. അതിൻ്റെ പ്രവർത്തികൾ നടന്നു വരുന്നുണ്ട്. പലതും പൂർത്തീകരിച്ചു, പലതും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഞാൻ എൻ്റെ അസറ്റ് ഫണ്ടുകൾ കൊടുത്തിട്ടുള്ളത് സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു മാറ്റം മണ്ഡലത്തിലുണ്ടാകണമെന്ന ആഗ്രഹത്തിലാണ് പല സ്ഥലത്തും അസറ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്കൂൾ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂമുകൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായി ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കിയ കേരളത്തിലെ ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് കൊടുവള്ളി മണ്ഡലമാണ്. അവിടുത്തെ എല്ലാ ക്ലാസ് റൂമുകളിലും ഇന്ന് ഇൻട്രാക്റ്റീവ് ടെലിവിഷൻസ് കൊടുത്തിട്ട് പല സ്കൂളുകളെയും നമ്മൾ പുതിയ ആധുനിക സാങ്കേതിക വിദ്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറികൾ കൊടുത്തിട്ടുണ്ട്. ആദ്യമായി 2 സ്കൂളുകൾക്ക് സമ്പൂർണ്ണമായ AI ലാബുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലാബുകൾ നൽകി അതിൻ്റെയും പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. ഇതെല്ലാം അസറ്റ് ഫണ്ടിലൂടെയും പ്രാദേശിക വികസന ഫണ്ടിലൂടെയുമാണ് കൊടുത്തിട്ടുള്ളത്. മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. 25 കോടിയിലധികം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. സുവർണ നഗരി എന്നറിയപ്പെടുന്ന കൊടുവള്ളി ടൗൺ നഗരത്തിനായി 54 കോടി രൂപയാണ് ചിലവഴിച്ചത്. കൊടുവള്ളി ടൗൺ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കിഫ്ബിയിലൊരു പദ്ധതിയുണ്ട്. അത് നാഷണൽ ഹൈവേയുടെ ഒരു നോമൻക്ലേച്ചർ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അവിടെ നിൽക്കുകയാണ്. എങ്കിലും അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ ഇംപ്രൂവ്മെൻറ്റ് സ്കീമായിട്ട് നമുക്ക് കൊടുവള്ളിയെ ടൗൺ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. 2 ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. അത് നാറ്റ്പാക്ക് അതിൻ്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി സ്കൂളിനെ അന്തർദേശീയ സ്കൂളാക്കുന്നതിന് വേണ്ടി നമ്മളൊരു കൂട്ടായ്മയുണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടായ്മയിൽ ഗവൺമെൻറ് ഫണ്ട്, എൻ്റെ അസറ്റ് ഫണ്ട്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട്, അതുപോലെ ആ പ്രദേശത്തുള്ള നല്ലവരായ ആളുകളുടെ കോൺട്രിബ്യൂഷനൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു അന്തർദേശീയ നിലവാരമുള്ള സ്കൂളാക്കി താമരശ്ശേരി ഗവൺമെൻറ് സ്കൂളിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക യോഗങ്ങൾ കഴിഞ്ഞു. ഇനി അതിന് സർക്കാരിൽ നിന്നൊരു ഉത്തരവ് കിട്ടാനുണ്ട്. ഇത് കാരണം മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷനൊക്കെ സ്വീകരിക്കണമെങ്കിൽ നടക്കാവ് മോഡലിൽ പണ്ട് ഒരു ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് വാങ്ങാനുള്ള ശ്രമത്തിലാണ്. അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ചു ചേർത്തിട്ട് അത് ഒരു അന്തർദേശീയ നിലവാരമുള്ള സ്കൂളാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ്. ഗവൺമെന്റ് ഫിഷറീസ് അപ്പർ പ്രൈമറി സ്കൂളിന് പുതിയ കെട്ടിടം, കൊയിലാണ്ടി ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിന് പുതിയ മന്ദിരം, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം, ചേറോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം, കൊയിലാണ്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം, ഇവയെല്ലാം തന്നെ വികസനത്തിന്റെ പട്ടികയിൽപ്പെടും. പിന്നെയുള്ളത് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അതിലിപ്പോൾ ചുറ്റുമതിലിന് വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ച് ചുറ്റുമതിൽ പൂർണ്ണമായും നടപ്പിലാക്കി കഴിഞ്ഞു. അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. പിന്നെ അതിൽ MLA എന്നുള്ളതിലേക്ക് ഞാൻ മുകളിൽ 2 ക്ലാസ് റൂം കൊടുത്തിരുന്നു. അതിൻ്റെ മുകളിൽ ബഡ്ജറ്റ് പ്രൊവിഷനിലൂടെ ഇപ്പോൾ ഗവൺമെൻറ് ഒരു 4 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് മറ്റൊരു ഫ്ലോർ കൂടി കെട്ടാൻ പോവുകയാണ്. അതിൻ്റെ TS കിട്ടിക്കഴിഞ്ഞു. അവിടെ നമുക്ക് കിഫ്ബിയിൽ ഒരു കെട്ടിടം വരാനുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ഡിസൈൻ പൂർത്തീകരിച്ചു. ഇനി അത് കിറ്റ്കോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡിസൈനിൻ്റെ
ചില സാങ്കേതിക പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ അത് ടെൻഡറിലേക്ക് പോകാൻ സാധിക്കും. ആരോഗ്യ മേഖലയുടെ വികസനത്തിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ ഐസൊലേഷൻ വാർഡുകൾ തുടങ്ങിയവയും നിർമ്മിച്ചു. ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന കിഫ്ബിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന CEO ശ്രീ KM എബ്രഹാമിനും അഡീഷണൽ CEO ആയിട്ടുള്ള മിനി മാഡത്തിനും ഷൈല മാഡത്തിനും ഒക്കെ എൻ്റെ ആശംസകൾ നേരുന്നു. അവർ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എടുക്കുന്ന താല്പര്യങ്ങൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. സമസ്ത മേഖലയിലും വികസനം എത്തിയ കാഴ്ചകളാണ് കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞത്. വികസന വഴിയിൽ തൃശൂർ ജില്ലയിലെ പുതുക്കാട് നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ എടുത്തുപറയത്തക്ക നിരവധി വികസന പദ്ധതികളാണ് പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തിലാണ് KK രാമചന്ദ്രൻ MLA. പുതുക്കാടിന്റെ വികസന നേർക്കാഴ്ചകളുമായി നവകേരളം നവമുന്നേറ്റം. തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് പുതുക്കാട്. മുകുന്ദപുരം താലൂക്കിലെ അളഗപ്പ നഗർ, മറ്റത്തൂർ, നെന്മണിക്കര, പറപ്പൂക്കര, പുതുക്കാട്, വരന്തരപ്പള്ളി, തൃക്കൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും തൃശൂർ താലൂക്കിലെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് പുതുക്കാട് നിയമസഭാ മണ്ഡലം. KK രാമചന്ദ്രനാണ് മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ 8 ഗ്രാമപഞ്ചായത്തുകളാണ് ഉൾപ്പെടുന്നത്. നെന്മണിക്കര, വല്ലച്ചിറ, തൃക്കൂർ, അളഗപ്പനഗർ, വരന്തരപ്പള്ളി, പുതുക്കാട്, മറ്റത്തൂർ, പറപ്പൂക്കര. 8 ഗ്രാമപഞ്ചായത്തുകൾ. അവിടുത്തെ പ്രധാന തൊഴിൽ മേഖലയായിരുന്ന ഓട്ട് കമ്പനി, അതുപോലെ തന്നെ അളഗപ്പനഗർ ടെക്സ്റ്റൈൽസ്, തോട്ടം മേഖല, ഇങ്ങനെയാണ് 3 പ്രധാനപ്പെട്ട മേഖലകൾ അവിടെ തൊഴിലുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാവുന്ന പ്രധാന പരമ്പരാഗത തൊഴിൽ മേഖല ഉണ്ടായിരുന്നത്. തൃശൂർ പട്ടണത്തിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിൽ ദേശീയപാത 47 സ്ഥിതി ചെയ്യുന്ന പുതുക്കാട് വികസന വഴിയിൽ മുന്നേറുകയാണ്.
സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും വികസനം അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തിലാണ് കെ രാമചന്ദ്രൻ MLA. വിദ്യാഭ്യാസ രംഗത്ത് വൻ മുന്നേറ്റമാണ്. അതായത് പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളും ഈ ഒരു വർഷം കഴിഞ്ഞോടി ഒന്നിനൊന്ന് മികച്ചതാവും. ഏതെങ്കിലും ഒരു സ്കൂൾ മികച്ചതാവുക എന്നല്ല. ഇപ്പോൾ ഒരു പഞ്ചായത്ത് നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ ഒരു സർക്കാർ വിദ്യാലയം ഇല്ല. എൻ്റെ പഞ്ചായത്താണ്, അവിടെ ഇല്ല. അവിടെ പ്രധാനപ്പെട്ട എയ്ഡഡ് സ്കൂളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. മുഖ്യമായും തലോർ ദീപ്തി സ്കൂളുണ്ട്. അവിടെ എല്ലാം LKG തൊട്ട് എല്ലാം ഉള്ളതുകൊണ്ട് അവിടെ വലിയ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണെന്നുള്ളതുകൊണ്ട് അവിടെ ചെറിയൊരു പഞ്ചായത്താണ്. അവിടെ സർക്കാർ സ്കൂളില്ല. എയ്ഡഡ് സ്കൂളുകൾ മികച്ച നിലയിൽ പോകുന്നുണ്ട്. സർക്കാർ സ്കൂളുള്ള തൃക്കൂർ പഞ്ചായത്തിലേക്ക് കടന്നു. അപ്പോൾ തൃക്കൂർ ഗവൺമെൻറ് LP സ്കൂൾ അവിടെ ഇപ്പോൾ MLA വികസന ഫണ്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ 98 ലക്ഷം രൂപ MLA വികസന ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ട് എല്ലാം പൂർത്തീകരിക്കുകയാണ്. അവിടെ സ്റ്റാർസ് പ്രീ പ്രൈമറി ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു. അതിന് മുമ്പ് 1 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു. LP സ്കൂളാണ്. എല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന സ്കൂളായിട്ട് ആ സ്കൂൾ മാറുകയാണ്. 1-2 മാസത്തിനകത്ത് അതിൻ്റെ എല്ലാം പൂർത്തീകരിച്ചതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും, അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ സാധിച്ചുവെന്നതും എടുത്തു പറയേണ്ട നേട്ടമാണ്. സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് ഇതുവഴി ഹൈടെക് വിദ്യാഭ്യാസ രീതികൾ സാധ്യമാകുന്നത്. റെയിൽവേ ഓവർബ്രിഡ്ജ് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് പുതുക്കാട് നിന്ന് ഉള്ള പുതുക്കാടിൻ്റെ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ അനുമതി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. 5 ജനുവരിയിൽ അതിൻ്റെ അനുമതി റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി ലഭ്യമായി. നേരത്തെ അനുമതി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഭൂമി ഏറ്റെടുക്കുന്ന ആളുകൾക്കെല്ലാം ഭൂമിയുടെ പണം 10,58 ലക്ഷം രൂപ നമ്മൾ കിഫ്ബിയുടെ ഫണ്ട് പിന്നെ ഈ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൈമാറി. അവർ ചില കേസിനൊക്കെ പോയിരുന്നു. അവർക്ക് തൃപ്തികരമായി പണം കിട്ടിയപ്പോൾ കേസൊക്കെ അവർ വേണ്ടെന്ന് വെച്ച് പണം സ്വീകരിച്ച് അവർ വസ്തുവിൻ്റെ പ്രമാണങ്ങളൊക്കെ ഏൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രത്യേക ഒരവസ്ഥയിൽ നിൽക്കുക കാരണമാണ് ഇപ്പോൾ നമുക്ക് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അതിന് ജില്ലയിലാകെ 2 റെയിൽവേ ഓവർബ്രിഡ്ജുകൾക്കാണ് അനുമതി നൽകിയത്. ഒന്ന് പുതുക്കാടും ഒന്ന് നെടുപുഴി. ഈ 2 അനുമതി നൽകിയാൽ ഇപ്പോൾ നമുക്ക് അനുമതി നൽകിയിട്ടുണ്ട്. കാത്തിരിപ്പിന് വിരാമമിട്ട് പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ മേൽപ്പാലം ഉടൻ യാഥാർത്ഥ്യമാകും. ദേശീയപാത 4 വരിയായി വികസിപ്പിച്ചതിന് പിന്നാലെയാണ് പുതുക്കാട് ജംഗ്ഷനിൽ മേൽപ്പാലം സാധ്യമാകുന്നത്. 5 റോഡുകൾ സംഗമിക്കുന്ന ജംഗ്ഷനിൽ മേൽപ്പാലം വരുന്നതോടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും. ആരോഗ്യരംഗത്ത് അവിടെ വലിയ മുന്നേറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പുതുക്കാട് താലൂക്ക് ആശുപത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി. അവിടെ ഏതാണ്ട് 1000-ഓളം പേരാണ് OPയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 980, 960, 900-1000 ഇടയ്ക്കുള്ള ആളുകളാണ്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ഭൗതിക പശ്ചാത്തലമുണ്ട്. പിന്നെ ഇത് ഇത്രമാത്രം രോഗങ്ങൾ വരുന്നൊരു കാലമല്ല. നേരത്തെയൊക്കെ ഒരു 10-15 വർഷം മുമ്പൊക്കെ 10-20 വർഷം മുമ്പൊക്കെ അവിടെ പരിശോധിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 160-200 പേരൊക്കെയാണ് ആകെ വന്നിരുന്നത്. ഇപ്പോൾ 1000-ൻ്റെ അവിടേക്ക് ആളുകൾ പല രോഗങ്ങളുമായി അവിടെ എത്തുന്നു. അവർക്കെല്ലാം ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ഒരുക്കുന്നു. അവിടെ മൾട്ടിപർപ്പസ് ഐസൊലേഷൻ വാർഡ് എന്നൊരു വാർഡ് നമ്മളിപ്പോൾ അവിടെ പണി കഴിപ്പിച്ചു. 1.25 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് അത് അവിടെ പണി പൂർത്തീകരിച്ചത്. MLA ഫണ്ടും കൂടി ചേർത്തിട്ടാണ് മൾട്ടിപർപ്പസ് ഐസൊലേഷൻ വാർഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ്
അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. നല്ല സൗകര്യങ്ങളാക്കി വെച്ചേക്കാണ്. ഏത് തരത്തിലുള്ള രോഗങ്ങൾ വന്നാലും നമുക്ക് ചികിത്സിക്കാൻ കഴിയാവുന്ന പ്രത്യേകമായ ഒരു ബ്ലോക്കാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കുറച്ചും കൂടിയും സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവിടെ 3.25 കോടി രൂപയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പുരുഷന്മാരൊരു വാർഡിൻ്റെ മുകളിൽ 2 നില കൂടി ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണി ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതൊരു 2 മാസത്തിനകത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയും വൻ വികസനത്തിനൊരുങ്ങിക്കഴിഞ്ഞു. 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ശേഷം പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം സജ്ജമായി കഴിഞ്ഞു. 3.25 കോടി രൂപ ചെലവിലാണ് പുതിയ താലൂക്ക് ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത്. കാലവർഷക്കെടുതിയുടെ ഭാഗമായി തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായ പുതുക്കാട് മണ്ഡലത്തിലെ 10 ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനും ഭരണാനുമതി ലഭിച്ചു. തെക്കേത്തുറവ് പള്ളം റോഡ്, പാലിയേക്കര ബൈപ്പാസ്, ഹരിജൻ നഗർ റോഡ്, കരിപ്പേരി റോഡ്, പള്ളം കനാൽ ബണ്ട് റോഡ്, ആറ്റപ്പള്ളി കടവ് റോഡ്, എരിപ്പോട് കാഞ്ഞൂർ പുതുക്കാട് റോഡ് തുടങ്ങിയ റോഡുകളുടെ നവീകരണത്തിനായി 10 ലക്ഷം രൂപ വീതം 1 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. എത്ര ദിവസം പറഞ്ഞാലും തീരില്ല. അത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ ആകെ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കേരളത്തിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന കിഫ്ബി എന്ന സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും അതിലൂടെ വലിയൊരു ധനസമാഹരണം നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലാകെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടും പുതുക്കാട് നിയോജക മണ്ഡലത്തിലും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് മാറ്റിവെക്കുകയുണ്ടായി. അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കുറെ പൂർത്തീകരിച്ചു. ഇനി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ പരിശ്രമത്തിലാണ് ഇപ്പോൾ. കർഷകർ ഏറെയുള്ള നാടാണ് പുതുക്കാട്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ പദ്ധതികൾക്ക് ഊന്നൽ നൽകിയാണ് മണ്ഡലത്തിൽ വികസനം നടക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ എടുത്തു പറയത്തക്ക നിരവധി വികസന പദ്ധതികളാണ് പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കിയത്. നിലവിൽ നടക്കുന്ന പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുന്നതോടെ പുതുക്കാട് മണ്ഡലം വികസന കുതിപ്പിന്റെ നെറുകയിലെത്തും. നിലവിൽ നടക്കുന്ന പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുന്നതോടെ പുതുക്കാട് മണ്ഡലം വികസന കുതിപ്പിന്റെ നെറുകയിലെത്തും.